ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 26-ാം ഞായറിൽ മർക്കോസ് നൽകുന്ന ഒരു വചനഭാഗം നാം ശ്രവിക്കുകയാണ്. 9-ാം അധ്യായം 38 മുതൽ 43 വരെയും 45-ഉം 47 മുതൽ 48 വരെയും വാക്യങ്ങൾ. യേശുവിൻ്റെ വഴിയിൽ, അതായത് ജെറൂസലേമിലേക്കുള്ള യാത്രയിൽ കൂടെ സഞ്ചരിക്കുന്ന ശിഷ്യർക്ക് ഉണ്ടാകേണ്ട ചില സമീപനങ്ങൾ ഇന്നത്തെ സുവിശേഷ ഭാഗം അവതരിപ്പിക്കുന്നു. ജെറൂസലേമിലേക്കെന്ന് പറയുമ്പോൾ സഹനത്തിലേക്കുള്ള വഴിയാണ്. പീഡാനുഭവത്തെ സംബന്ധിക്കുന്ന 2-ാം പ്രവചനത്തിനു ശേഷം യേശു ശിഷ്യർക്ക് നൽകിയ ശിശുവിനെ മാതൃകയാക്കിയ പ്രബോധനത്തിൽ മർക്കോസ് സ്വീകരിച്ചിട്ടുള്ള ആഖ്യാന ശൈലിയും വാക്യഘടനയും പിശാചുക്കളെ പുറത്താക്കുന്ന ഒരുവനെ കുറിച്ചുള്ള വിവരണത്തിലും പ്രകടമാണ്. ഭാഷാപരമായി ഈ 2 ഉപദേശങ്ങളെയും വിശകലനം ചെയ്യുമ്പോൾ എൻ്റെ നാമത്തിൽ എന്ന പ്രയോഗം കൊണ്ട് സുവിശേഷകൻ അവയെ സംയോജിപ്പിക്കുന്നു എന്ന് കാണാൻ കഴിയും. കൂടാതെ ഉന്നത സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ശിഷ്യർ താലോലിക്കുന്ന മോഹവും പിശാചിനെ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്ന മനുഷ്യനോടുള്ള അസഹിഷ്ണുതയിൽ മർക്കോസ് പറയുവാൻ ശ്രമിക്കുകയാണ്. സ്ഥാനമാനങ്ങൾക്കു വേണ്ടി ആഗ്രഹിച്ച ശിഷ്യരുടെ വക്താവായി യോഹന്നാൻ യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിച്ച ഒരുവനെ കണ്ടതായും അവനെ തടഞ്ഞതായും യേശുവിനെ അറിയിക്കുന്നു. ശിഷ്യസംഘത്തിൽപ്പെട്ടവനല്ലാത്തതുകൊണ്ടാണ് അവനെ അവർ വിലക്കിയത്. യേശുവിൻ്റെ നാമത്തിലും അധികാരത്തിലും പ്രവർത്തിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവർ തങ്ങൾ മാത്രമാണെന്ന ഒരു സ്വകാര്യ അഹങ്കാരം അവർക്കുണ്ടായിരുന്നു എന്ന് ഇതിൽ വ്യക്തമാണ്. ഇതിനു മുൻപുള്ള ഒരവസരത്തിൽ പിശാച് ബാധിതനായ ഒരുവനെ സുഖപ്പെടുത്തുവാൻ പോലും ശിഷ്യർക്ക് കഴിഞ്ഞില്ല. എന്നിട്ടും അതിന് സാധിക്കുന്ന ഒരുവനെ അവർ വിലക്കുന്നു എന്നുള്ളത് രസകരമാണ്. യേശുവിൻ്റെ ശക്തി പ്രവാഹത്തിൻ്റെ ഏക ചാൽ തങ്ങളായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. തങ്ങൾ മാത്രമായിരിക്കണം അവിടുത്തെ പ്രതിനിധികൾ എന്ന അസൂയ നിറഞ്ഞ ചിന്ത അവരെ മതിച്ചിരിക്കുന്നു. ശിഷ്യരുടെ പ്രസ്താവനയോടുള്ള യേശുവിൻ്റെ പ്രതികരണം അവർക്ക് അപ്രതീക്ഷിതമായിരുന്നു. ശിഷ്യഗണത്തിൽ പെട്ടിരുന്നില്ലെങ്കിലും തൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന ഒരാളെ തടയേണ്ടതില്ല എന്ന് യേശു അഭിപ്രായപ്പെടുന്നു. യേശുവിലൂടെ പ്രവഹിക്കുന്ന ചൈതന്യം സ്വന്തമാണെന്ന് അവകാശപ്പെടാൻ ആർക്കും സാധ്യമല്ലെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയാണ്. യേശു എല്ലാവരുടേതുമാണ്. അവന്റെ നാമം ഉച്ചരിക്കപ്പെടുന്ന മാത്രയിൽ ദൈവിക ശക്തി സംജാതമാകുന്നു. ഇതിന് ഉപോത്ബലമായി അപ്പോസ്തല പ്രവർത്തനത്തിൽ ബാധോച്ചാടനത്തിന്റെ വ്യത്യസ്തമായ ഒരു രേഖപ്പെടുത്തലുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 13 മുതൽ 16 വരെ. അവിടെ ബാധോച്ചാടകർ യേശുവിൻ്റെ നാമത്തിന് പകരം പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ പരാജിതരാകുന്നു. അവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ മനുഷ്യനാകട്ടെ യേശുവിൻ്റെ നാമത്തിലാണ് പിശാചുക്കളെ പുറത്താക്കിയത്. അവൻ യേശുവിൽ വിശ്വസിക്കുന്നു. അവൻ യേശു വിരുദ്ധനല്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ശിഷ്യസംഘത്തിൽപ്പെട്ടവരല്ലെങ്കിലും യേശുവിൻ്റെ ശുശ്രൂഷ ദൗത്യത്തിൽ അവനും പങ്കാളിയായിരുന്നു എന്ന് വേണം നാം ചിന്തിക്കുവാൻ. ശിഷ്യരെ തിരുത്തുന്നതിൻ്റെ ഭാഗമായി യേശു തൻ്റെ പ്രബോധനം തുടരുന്നുണ്ട്. ഒരു ശിഷ്യന് നൽകപ്പെടുന്ന നിസ്സാരമായ സേവനത്തിനു പോലും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് യേശു ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നു.
തൻ്റെ ഒരു ശിഷ്യനോട് കാട്ടുന്ന കാരുണ്യ പ്രവൃത്തി തനിക്ക് തന്നെ നൽകുന്ന സേവനമായി യേശു അംഗീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അപരിചിതനും ശിഷ്യഗണത്തിൽ പെടാത്തവനുമായ ബാധോച്ചാടകൻ ചെയ്യുന്ന സേവനത്തിനും പ്രതിഫലം ലഭിക്കും. അവൻ ചെയ്യുന്ന സേവനം യേശുവിന് തന്നെ ചെയ്യുന്ന സേവനമായി അവിടുന്ന് അംഗീകരിക്കുകയാണ്. തുടർന്ന് ഇടർച്ച എന്ന വിഷയത്തെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. പാപകാരണമാകുക, ഇടർച്ച കൊടുക്കുക എന്ന രണ്ട് പ്രയോഗങ്ങൾ ഇവിടെ കൂട്ടി ഇണക്കപ്പെടുകയാണ്. ഒരു വ്യക്തിയുടെ വിശ്വാസ വഴിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു തടസ്സമോ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാൻ കാരണമാകുന്ന ഒരു പ്രവൃത്തിയോ ആണ് ഇടർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രത്യേകിച്ച് വിശ്വാസ സമൂഹത്തിലെ ഏറ്റവും ചെറിയവരെ, അതായത് ഏറ്റവും വിനീതരായവരെ, വിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നവർക്കെതിരെ യേശു ശക്തമായ താക്കീത് നൽകുകയാണ്. തുടർന്നുള്ള വാക്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഇടർച്ച നൽകുക എന്നതിനെ കുറിച്ചല്ല, മറിച്ച് സ്വയം വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് പാപക്കെണിയിൽ വീഴുന്നവരെ കുറിച്ചാണ് സൂചന. ദുഷ്പ്രേരണ കൊടുക്കരുതെന്ന് മാത്രമല്ല, പാപത്തിൽ വീഴാതെയും ദൈവരാജ്യത്തിൽ നിന്ന് അകലാതെയും ഇരിക്കാൻ ശിഷ്യർ പരമമായ ത്യാഗങ്ങൾ അനുഷ്ഠിക്കണമെന്നും യേശു ആവശ്യപ്പെടുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, ദൈവരാജ്യ പ്രവേശനത്തിന് യേശു വ്യവസ്ഥകൾ വയ്ക്കുകയാണ്. ദുഷ്പ്രേരണ ഒഴിവാക്കുന്ന വിഷയത്തിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ത്യാഗവും അധികമല്ല. പ്രത്യേകിച്ച് നിത്യജീവിതം തന്നെയായ ദൈവരാജ്യത്തിന്റെ കാര്യത്തിൽ പാപകാരണമാകുന്ന കയ്യോ കാലോ മുറിക്കണമെന്നും കണ്ണ് ചൂഴ്ന്നെടുക്കണമെന്നും പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. അവയവങ്ങളുടെ ഛേദനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഒഴിവാക്കാൻ പരമമായ ത്യാഗത്തിന് സന്നദ്ധമാകണമെന്നാണ് യേശു ഉദ്ബോധിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എന്താണ് മോശമായത്? അപകീർത്തിപ്പെടുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ? വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നതോ അഹംഭാവം കാട്ടുന്നതോ? രണ്ടും വിശ്വാസത്തെയും സമൂഹ പങ്കാളിത്തത്തെയും തകർക്കും എന്നതിൽ സംശയമില്ല. രണ്ടും ആത്മീയ മരണത്തിലേക്ക് നമ്മളെ നയിച്ചേക്കാം. അപകീർത്തികളെ നേരിടാൻ യേശു നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. സമൂഹത്തിന് പുറത്തുള്ളവരുടെ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അപകീർത്തിക്ക് കാരണമാകുന്ന നമ്മുടെ ബലഹീനതകളെയും അറിയാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. കൂടാതെ നമുക്ക് അപവാദം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാനങ്ങൾ ആഗ്രഹിക്കാൻ പാടില്ല. വിശ്വാസത്തിന്റെ വർധനവാണ് യേശു ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.